മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇനിയും അമേരിക്കൻ യാത്രകൾ പറഞ്ഞു തീർന്നിട്ടില്ല. ധാരാളം കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. അതോടൊപ്പം ഇന്ത്യ മഹാരാജ്യത്തിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്രകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇന്ത്യ മറ്റേത് രാജ്യത്തെക്കാളും ചരിത്ര വസ്തുതകൾ കൊണ്ടും അത്ഭുതങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ കൊണ്ടും ഏറെ പ്രസിദ്ധി നേടിയ രാജ്യമാണ്. അത്തരം യാത്രയുടെ യാഥാർത്ഥ്യങ്ങൾ നാം അറിയാതെ പോകരുത്. ഇന്ത്യ യാത്രയുടെ ആരംഭമാണ് ഇവിടെ തുടങ്ങുന്നത്. ഓരോ യാത്രയും നമുക്ക് നൽകുന്ന പുത്തൻ കാഴ്ചകളും നേടുന്ന അറിവുകളും കണ്ടെത്തുന്ന സൗഹൃദങ്ങളും നമ്മൾ അനുഭവിക്കുന്ന മാനസിക ഉല്ലാസവുമാണ് വീണ്ടും യാത്രകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ഇത്തവണ ഹൈദരാബാദിലേക്ക് ഒരു ബസ് യാത്ര. 5 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഹൈദരാബാദിലെ ചരിത്ര പ്രധാനമായതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ നിരവധി സ്ഥലങ്ങളിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കണ്ണൂരിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള ബസ് യാത്ര ഇവിടെ തുടങ്ങുന്നു. ഓരോ യാത്ര പുറപ്പെടുമ്പോഴും ഒട്ടനവധി മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ആവശ്യമാണ്. അങ്ങനെ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. എല്ലാം ഒരുക്കി കഴിഞ്ഞു. വസ്ത്രങ്ങളും മരുന്നുകളും അടങ്ങുന്ന 2 പെട്ടികൾ റെഡി. ദൈവപ്രാർത്ഥനയും കഴിഞ്ഞ് വീടടച്ചു. അപ്പോഴേക്കും അയൽക്കാരനായ സുഹൃത്തിൻ്റെ ഓട്ടോറിക്ഷ എത്തി. പെട്ടി ഓട്ടോയിൽ വെച്ച് നേരെ കണ്ണൂരിലെ കാൾടെക്സിലേക്ക് പുറപ്പെട്ടു. ഏറെ നാൾ പ്രതീക്ഷിച്ചതായിരുന്നു ഹൈദരാബാദിലേക്കുള്ള യാത്ര. ഫേസ്ബുക്കിലൂടെയാണ് സാനിയ ടൂർ കമ്പനിയുടെ ടൂർ പാക്കേജ് കണ്ടെത്തിയത്. ഉടൻ ബുക്ക് ചെയ്തു. രാവിലെ 9:10 കാൾടെക്സിൽ കാത്തു നിൽക്കാനാണ് നിർദ്ദേശം. ഞങ്ങളുടെ ഓട്ടോ ഒട്ടും താമസിയാതെ കാൾടെക്സ് കവലയും ചുറ്റിത്തിരിഞ്ഞ് സാനിയ ബസ് നിർത്തുന്ന ഭാഗത്തെത്തി. കാൾടെക്സിൽ എത്തിയപ്പോൾ അവിടെ ഹൈദരാബാദ് ടൂറിൽ പങ്കുചേരാൻ വേറെയും യാത്രക്കാർ കാത്തിരിക്കുന്നത് കണ്ടു. അവരെ പരിചയപ്പെട്ടു. ഞാൻ ചന്ദ്ര, കണ്ണാടിപ്പറമ്പ്. ഭാര്യയാണ് കൂടെയുള്ളത്. ഭാര്യ പവിത്രൻ, കണ്ണാടിപ്പറമ്പ്. ശ്രീജ. എൻ്റെ പേര് പ്രജിത. താമസിയാതെ സാനിയ കമ്പനിയുടെ ബസ്സും എത്തി. ലഗേജുകൾ ബസ്സിലെ സൗകര്യമേറിയ ഡിക്കിയിൽ കയറ്റി. ഡ്രൈവറെയും മാനേജരെയും പരിചയപ്പെട്ടു. ഒരാൾ ഒഴികെ എല്ലാവരും അപരിചിതരാണ്. എൻ്റെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ച പൂർവ്വകാല സുഹൃത്തായ ബാലചന്ദ്രൻ ഉള്ളത് ഏറെ സന്തോഷമുണ്ട്. എല്ലാ യാത്രക്കാരെയും ശേഖരിച്ച് ബസ് നേരെ ഹൈദരാബാദിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളെ എല്ലാ യാത്രയും എല്ലാ സൗകര്യവും നിങ്ങളതിലാണ്. നമ്മുടെ യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ അതിർത്തി മെല്ലെ മെല്ലെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരള കർണാടക ബോർഡറിലേക്ക് പ്രവേശിക്കുവാൻ ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അവസാനത്തെ ചെക്ക് പോസ്റ്റ് ഇവിടെ കഴിയുന്നു. വലതുവശത്ത് കാണുന്ന പുഴയാണ് ഇരട്ടിപ്പുഴയായി പരിണമിക്കുകയും പിന്നീട് വളപട്ടണം പുഴയായി മാറിക്കൊണ്ട് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഇത് കൂട്ടുപുഴ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം. ഇനി അങ്ങോട്ട് നമ്മൾ ഒരു ചുരം കയറി. ഇതിൽ ചുരുക്കം പേര് ഇരട്ടിയുണ്ടല്ലേ. ഇരട്ടിക്കാരായ 1-2 പേരുണ്ട്. അവർക്കൊക്കെ അറിയാവും. അതേസമയം പയ്യന്നൂരുള്ളവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് രീതിയിൽ പറഞ്ഞതാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ചുരം കർണാടകത്തിലേക്കുള്ള പെരുമ്പാടി ചുരം കയറുകയാണ്. ഏകദേശം 20 കിലോമീറ്ററോളം ദൂരം ചുരം താണ്ടി എത്തിയിട്ട് വേണം നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനുള്ള നമ്മുടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഹോട്ടലിൽ എത്തിച്ചേരാൻ വേണ്ടി. ഹൈദരാബാദ് ഒരുപാട് നല്ല കാഴ്ചകളുള്ള മനോഹരമായ ഒരു നഗരമാണ്. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ തന്നെ 6ാം സ്ഥാനത്തുള്ള നഗരമാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനങ്ങൾ എണ്ണമെടുത്താൽ നമുക്ക് 28ഓളം സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ മെട്രോ നഗരങ്ങളിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു
നഗരം കൂടിയാണ് ഹൈദരാബാദ്. ഹൈദരാബാദിന്റെ ചരിത്രവും അതിന്റെ സംസ്കാരവും അവിടുത്തെ പ്രത്യേകതകളും ഒക്കെ തന്നെ ഈ ചുരം കയറി ഇറങ്ങിയ ശേഷം നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ ചുരം കയറുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. ഇതോടെയാണ് നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ യാത്രയിലെ സഹയാത്രികരായിട്ടുള്ള ശ്രീ ശശിധരൻ സാറിന്റെയും അതുപോലെ തന്നെ രണ്ട് ശശിധരന്മാരുടെയും മക്കള് അല്ലെ, അവര് പരസ്പരം വിവാഹിതരായവരാണ്. അപ്പോൾ അവരുടെ നന്ദകിഷോറും ആതിര എന്നിവരുടെ വിവാഹ വാർഷികത്തിന്റെ ഒരു മധുരം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു യാത്ര ആരംഭിക്കാം. ആ ദമ്പതികൾക്ക് ദീർഘായുസ്സും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെ അനുഗമിക്കുന്ന സാനിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഞാനും. എന്റെ പേര് അനീഷ് കുമാർ എന്നാണ്. ഞാൻ ഇരിട്ടി സ്വദേശിയാണ്. എന്റെ പേര് ചന്ദ്രൻ. ഞാൻ കണ്ണൂരിൽ നിന്ന് കണ്ണാടിപ്പറമ്പ് എന്ന സ്ഥലത്ത് വരുന്നു. എന്റെ കൂടെ ഭാര്യയുണ്ട്. ഓക്കെ, ഇതിന്റെ കൂടെ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്റെ പേര് ബീന. എന്റെ പേര് പവിത്രൻ, കണ്ണൂർ കണ്ണാടിപ്പറമ്പ്. എന്റെ പേര് ബാലൻ, ഞാൻ ഭാര്യയും. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ചുരം കഴിഞ്ഞ ഉടൻ കാണുന്ന കൂർഗ് ഗേറ്റ് എന്ന സുഖകരമായ റെസ്റ്റോറൻറ്റിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കാനായി എത്തി. നല്ല തിരക്കായിരുന്നു. താമസിയാതെ ഭക്ഷണവും കഴിഞ്ഞ് സമീപത്തെ വിൽപ്പനശാലയിലും വെറുതെ ഒന്ന് കയറി തിരികെ ബസ്സിലേക്ക്. കരിമരം എന്ന് പറയുന്ന മരം കാണണമെങ്കിൽ വല്ല ദിവസം നോക്കുള്ളൂ. ഇതിനിടയ്ക്ക് കാണാം, നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണാം, മരത്തിൽ മുറിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ചാടി വരുന്നത്. അപ്പോൾ ഒരുപാട് അല്പം ഈ ഡാർക്ക് കളറുള്ള മരങ്ങൾ ഈ കൂട്ടത്തിൽ കാണാം. ഇതാണ് കരിമരം. കാണുന്നുണ്ടോ? ഈ മരത്തിനിടയ്ക്ക് വ്യത്യസ്തമായിട്ടൊരു മരം കാണുന്നില്ലേ, കരിമരം. അതിനുള്ളിൽ ധാരാളം ജലം ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. മുറിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വെള്ളം പുറത്തേക്ക് പമ്പായിട്ട് ഒഴുകും. മൈസൂർ ദസറ കേട്ടില്ലേ? മൈസൂർ ദസറയ്ക്കുള്ള ആനകളൊക്കെ ഇവിടുന്ന് പോവുക കേട്ടോ. ആ മൈസൂർ ദസറയുടെ ആനകളെയൊക്കെ പരിപാലിക്കുന്ന ഇവിടെയാണ്. ഇവിടുന്നാണ് ആനകളൊക്കെ മൈസൂർ ദസറയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത്. ബസ്സിലെ ഗൈഡ് അനീഷ് കുമാർ ഒരു ഗായകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗാനത്തോടെ യാത്ര തുടരാം. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. സിന്ധുവും ഗംഗയും വൈഗയും നിലയും ഇന്ത്യതൻ അക്ഷയ നീതികൾ എന്നെന്നും ഇന്ത്യതൻ അക്ഷയകൾ. വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ആ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ നാടിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ നാട് കാണുന്ന സമയത്ത് അതിന്റെ എല്ലാ ഭംഗിയോടെയും കൂടി ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും, ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ ഈ യാത്രയിൽ ഹൈദരാബാദ് 3 ദിവസത്തെ പര്യടനമാണ് നമ്മൾ ഹൈദരാബാദ് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് ഓരോ ദിവസവും വേണ്ടി വരും. അങ്ങനെ 5 ദിവസമാണ്. ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ നാളെ പുലർച്ചയോടുകൂടി ഹൈദരാബാദിൽ എത്തിച്ചേരും. ഹൈദരാബാദിൽ നമ്മൾക്ക് 3 ദിവസത്തെ ഷെഡ്യൂളുകൾ നിങ്ങൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടെന്ന് കരുതുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ, ഒന്ന് ഹൈദരാബാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കണായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചാർമിനാറാണ്. അറിയുമല്ലോ, ഇതിന്റെ ചരിത്ര പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്.
ഗോൽക്കൊണ്ട ഫോർട്ട്, രാമോജി ഫിലിം സിറ്റി കാണും. നോവൽ ഒരു ദിവസം പൂർണ്ണമായിട്ടും നമ്മൾ മാറ്റിവെക്കുന്നത് രാമോജി ഫിലിം സിറ്റിക്ക് വേണ്ടിയാണ്. ബിർള മന്ദിർ കൂടി നമ്മുടെ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിർള മന്ദിർ, ഹുസൈൻ സാഗർ തടാകം, സാലാർജംഗി മ്യൂസിയം. ഹൈദരാബാദിനെ നമ്മുടെ ഓരോ നാടിന്റെയും ചരിത്രം പോലെ തന്നെ വളരെ വിശേഷപ്പെട്ട വലിയ ദൈർഘ്യമുള്ള ഒരു ചരിത്രമുണ്ട്. നമ്മൾ പലരും അധ്യാപകരൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്നും എല്ലാവർക്കും വേണ്ടി ഒന്ന് ആ കാര്യങ്ങളെ സൂചിപ്പിക്കാം. നമ്മളിന്ന് 1947 ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ നിന്നും സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നതിന് മുൻപ് നിരവധി നാട്ടുരാജ്യങ്ങളും സാമ്രാജ്യങ്ങളും ഒക്കെയായിട്ട് വ്യാപിച്ചു കിടന്ന ഒരു സ്ഥലം തന്നെയാണ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും. അതില് ഇന്ത്യയോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഹൈദരാബാദ് അടക്കമുള്ള പ്രദേശങ്ങൾ ഒരു കാലഘട്ടത്തിൽ ബാഹ്മനി എന്നറിയപ്പെടുന്ന ഒരു സുൽത്താൻമാര് ഭരിച്ചിരുന്ന സ്ഥലമാണ്. നമ്മൾ ബാഹ്മനി കേട്ടിട്ടുണ്ടാകുമോ? ബാഹ്മനി എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സുൽത്താൻമാർ നമ്മുടെ വിജയനഗര സാമ്രാജ്യമൊക്കെ സ്ഥാപിക്കുന്നതിനൊക്കെ മുൻപ് ഏകദേശം 1300 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ബാഹ്മനി സുൽത്താൻമാർ എന്നറിയപ്പെടുന്ന ആളുകളാൽ പരിപാലിക്കപ്പെടുന്ന വിശാലമായ ഒരു ഭൂപ്രദേശമായിരുന്നു. ധാരാളം പ്രത്യേകതയുള്ള സ്ഥലത്തിന്റെ ഭൂമശാസ്ത്രപരമായിട്ടും സ്ഥലത്തിനും ഗണ്യം ചെയ്തെടുക്കുന്ന പല വിശേഷപ്പെട്ട മൂല്യങ്ങളുടെയും വസ്തുക്കളുടെയും എല്ലാം സമൃദ്ധി കൊണ്ട് തന്നെ വളരെ സമ്പന്നമായിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു. യാത്രയിൽ എല്ലാവർക്കും മടുപ്പകറ്റാനും ഉല്ലസിക്കാനുമായി ഹരം പിടിപ്പിക്കുന്ന പാവകളി. ഇനി ഒരു DJ ആകാം. ഇരുന്നവരെല്ലാം ഉറഞ്ഞാടും.
വൈകാതെ ഞങ്ങളുടെ വാഹനം ബാംഗ്ലൂരിലെത്തി. ഇവിടെയാണ് രാത്രി ഭക്ഷണം. അതിൻ്റെ ഒരുക്കത്തിലാണ് യാത്രക്കാരെല്ലാവരും. രാത്രി ഉറക്കം കഴിഞ്ഞ് വെളുക്കുമ്പോഴേക്കും ഞങ്ങൾ ഹൈദരാബാദിലെത്തി. മജസ്റ്റിക് ഹോട്ടലിൽ പ്രഭാതം. മുറികൾ അനുവദിച്ചു കിട്ടാൻ കാത്തിരിപ്പ്. ഒരു ആരംഭം മാത്രമാണ്. ഹൈദരാബാദ് യാത്രയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഹൈദരാബാദിലെ ചരിത്രപ്രധാനമായ കോട്ടകളും ഫിലിം സിറ്റി ഉൾപ്പെടെയുള്ള മനോഹര കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ തുറന്നു കാണാം. നന്ദി, നമസ്കാരം.